അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഉസല്ലി ഫർളസ് സുബ്ഹി. അപ്പം അത് എന്താണെന്ന് ആ ഒരു ബ്രാക്കറ്റിൽ ഉണ്ടാകും. ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റ് വായിച്ചു നോക്കാം. സുബ്ഹിന്റെ ബാങ്കിൽ പ്രത്യേകമായുള്ള പദം, നിയ്യത്ത്, റുകൂഇൽ, സുജൂദിൽ, ഇഖാമത്തിൽ പ്രത്യേകമായുള്ള പദം. അപ്പൊ ഉസല്ലി ഫർളസ് സുബ്ഹി എന്നുള്ളത് എന്താണ്? നിയ്യത്താണ്. അപ്പൊ അവിടെ നിയ്യത്ത് എന്ന് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. അപ്പൊ അതിനോട് യോജിച്ചത് ഏതാണ്? സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നുള്ളത് റുകൂഇൽ ചൊല്ലേണ്ട ദിക്റാണ്. അപ്പൊ അവിടെ റുകൂഇൽ എന്നുള്ളത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അപ്പം അതിനോട് യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത് സുജൂദിൽ എന്നുള്ളതാണ്. അപ്പൊ സുജൂദിലാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് നമ്മൾ ചൊല്ലേണ്ടത്. നാലാമത്തത്, അസ്വലാത്തു ഖൈറും മിനൻ നൗം. അപ്പൊ അതെപ്പോഴാണ് നാം കേൾക്കാറുള്ളത്? സുബ്ഹിന്റെ ബാങ്കിൽ പ്രത്യേകമായുള്ള പദം. അപ്പൊ ബാക്കിയുള്ള 4 വക്തിന്റെ ബാങ്കിലും ഇല്ലാത്ത ഒരു പദമാണ് സുബ്ഹി ബാങ്കിൽ പ്രത്യേകമായിട്ടുള്ളത്. അതേതാണ്? അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ളതാണ്. അപ്പൊ ആ ബ്രാക്കറ്റിൽ നിന്നും സുബ്ഹിന്റെ ബാങ്കിൽ പ്രത്യേകമായുള്ള പദം എന്ന് എഴുതി കൊടുക്കുക. ഇനി 5ാമത്തെ ചോദ്യം, ഖദ് ഖാമത്തി സ്വലാത്ത്. ഖദ് ഖാമത്തി സ്വലാത്ത്. അപ്പം അതിനോട് യോജിച്ചത് ഏതാണ്? ഇഖാമത്തിൽ പ്രത്യേകമായുള്ള പദം. അതവിടെ എഴുതി കൊടുക്കുക. ഇനി 2ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിസ്കാരത്തിലെ എല്ലാ റക്അത്തുകളിലും ഓതുന്ന സൂറത്ത്. അപ്പോ എല്ലാ റക്അത്തുകളിലും 5 വക്ത് നിസ്കാരമുണ്ട്. ആ 5 വക്തിലും എല്ലാ റക്അത്തിലും ഓതുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഫാത്തിഹ. അപ്പൊ ഫാത്തിഹ എന്നവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നിസ്കാരത്തിന് വേണ്ടി അവയവങ്ങൾ ശുദ്ധീകരിക്കലാണ് വുളൂ. അപ്പൊ അവിടെ വുളൂ എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ എല്ലാ നിസ്കാരത്തിന് മുമ്പും നമ്മൾ എന്തെടുക്കും? വുളൂ എടുക്കും. അപ്പൊ അതെന്താണ്? നിസ്കാരത്തിന് വേണ്ടി അവയവങ്ങൾ ശുദ്ധീകരിക്കലാണ്. അപ്പൊ അവിടെ വുളൂ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, സുബ്ഹ് നിസ്കാരത്തിലെ എത്രാമത്തെ റക്അത്തിലാണ് ഖുനൂത്ത്? എത്രാമത്തെ റക്അത്തിലാണ്? 2ാമത്തെ റക്അത്തിൽ. അപ്പൊ അവിടെ 2ാമത്തെ റക്അത്തിൽ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം, ഖുനൂത്ത് ഓതേണ്ടത് സുജൂദിലോ ഇഅ്തിദാലിലോ? എന്തിലാണ്? ഇഅ്തിദാലിലാണ് അല്ലെ. അപ്പൊ അവിടെ ഇഅ്തിദാലിൽ എന്ന് എഴുതി കൊടുക്കുക. 5ാമത്തെ ചോദ്യം, ഇസ്ലാം കാര്യങ്ങളിൽ 2ാമത്തേത് ഏത്? ഇസ്ലാം കാര്യങ്ങൾ 5ആണ്, ഈമാൻ കാര്യങ്ങൾ 6ആണ്. അവയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇസ്ലാം കാര്യങ്ങളിൽ 2ാമത്തേത് ഏത്? ഉത്തരം 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. അതാണ് ഇസ്ലാം കാര്യങ്ങളിൽ 2ാമത്തേത്. ഇനി 3ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. റബ്ബി ഇഗ്ഫിർലി വർഹംനി ഡാഷ് വർഫഅനി ഡാഷ് വഹ്ദിനി വആഫിനി. അപ്പൊ അവിടെ ഏതൊക്കെയാണ് എഴുതി കൊടുക്കാനുള്ളത്? വജ്ബുർനി എന്നുള്ളതും വർസുഖ്നി എന്നുള്ളതുമാണ്. അപ്പൊ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ റബ്ബി ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് വരും. 2ാമത്തെ ചോദ്യമാണ്, റബ്ബന ലക്കൽ ഹംദു മിൽഅ ഡാഷ് വമിൽഅ ഡാഷ് വമിൽഅ ഡാഷ് മിൻ ഷൈഇൻ ബഅദ്.
അപ്പൊ ഒന്നാമത്തത് അസ്സമാവാതി എന്നുള്ളതും രണ്ടാമത്തത് അൽ അർളി എന്നുള്ളതും മൂന്നാമത്തത് മാഷി ഇത്ത എന്നുള്ളതുമാണ്. അപ്പൊ അത് പൂരിപ്പിച്ചെഴുതുമ്പോ എങ്ങനെ വരും? റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വ മിൽ അൽ അർളി വ മിൽ മാഷി ഇത്ത മിൻ ഷൈഇൻ ബഅദ് എന്ന് വരും. ഇനി നാലാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അവസാനത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. അപ്പൊ അവിടെ സുന്നത്താണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, വുളൂ ചെയ്യുന്ന വെള്ളം ഡാഷ്. അപ്പൊ വുളൂ ചെയ്യുന്ന വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? തഹൂറായിരിക്കണം അല്ലെ. അപ്പൊ അവിടെ തഹൂറായിരിക്കണം എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ തഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് തഹൂർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. അതിനാണ് തഹൂർ എന്ന് പറയാം. ഉദാഹരണം, നമ്മളൊക്കെ സാധാ കിണറിലുള്ള വെള്ളം, പുഴയിലുള്ള വെള്ളം, അതെല്ലാം തഹൂറാണ് അല്ലെ. അപ്പൊ സ്വന്തം ശുദ്ധിയും വേണം, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവും വേണം. അതിനാണ് തഹൂർ എന്ന് പറയുന്നത്. അപ്പൊ വുളൂ ചെയ്യുന്ന വെള്ളം എപ്പോഴും തഹൂറായിരിക്കണം. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, വുളൂഇന്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത്. അപ്പൊ വുളൂ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പശയോ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ വുളൂഇന്റെ വെള്ളം ശരീരത്തിൽ ചേരില്ല അല്ലെ. അപ്പൊ വുളൂഇന്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ എന്താവരുത്? ഉണ്ടാവരുത്. അപ്പൊ അവിടെ ഉണ്ടാവരുത് എന്നുള്ളതാണ് എഴുതാനുള്ളത്. നാലാമത്തെ ചോദ്യം, കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം അല്ലെ. അപ്പൊ നമ്മൾ കഴുകുന്ന അവയവങ്ങളിൽ, മുഖമൊക്കെ കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ അവിടെയൊക്കെ ആ അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം. അപ്പൊ അവിടെ ഒലിക്കണം എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തെ അവസാനത്തെ ചോദ്യമാണ്, വുളൂ ചെയ്യുക, കുളി നിർബന്ധമുള്ളവർ എന്ത് ചെയ്യണം? കുളിക്കുക. അപ്പൊ വുളൂ ചെയ്യുക, കുളി നിർബന്ധമുള്ളവർ ഡാഷ്. അപ്പൊ അവിടെ എഴുതാനുള്ളത് എന്താണ്? കുളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തത് സുന്നത്താണ് എന്നുള്ളതും, രണ്ടാമത്തത് തഹൂറായിരിക്കണം, മൂന്നാമത്തത് ഉണ്ടാവരുത്, നാലാമത്തെ പൂരിപ്പിക്കാനുള്ളത് ഒലിക്കണം, അഞ്ചാമത്തത് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.